അപ്പോ നമ്മള് രാവിലെ നീച്ചിക്കണേ പല്ലൊന്നും തേച്ചിട്ടില്ലേലും ചായ കുടിച്ചാൻ പോവാണ്. അതേമാതിരി നമ്മള് ചാമുണ്ടിയല്ലേ കഴിഞ്ഞിട്ട് നമ്മള് ചാമുണ്ടി ഹില്ല് 1000 സ്റ്റെപ്പ് കയറാൻ പോകും. 1000. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ നാട്ടിൽ മടങ്ങും കേട്ടോ. നാട്ടിൽ പണിയുണ്ട്. മുത്തുണ്ടായോണ്ടാണ്. അതെ അതെ. പക്ഷെ ഓർക്ക് നല്ല പെരക്കാർക്ക് പാടെ ഒരു സാധനം ഇതുവരെ നമ്മൾ വാങ്ങിയിട്ടില്ല. നമ്മള് നമ്മളെ എന്തൊക്കെയാന്നൊക്കെ വേറൊന്നും ഉണ്ടായിട്ടില്ല. അതിക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായത് നാട്ടിൽ വല്ലതും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൈസൂർ പാക്ക് കരുതി പറ്റി അറിയില്ല, വാങ്ങിയില്ല. അപ്പോൾ ഏതായാലും എത്തിയിട്ട് നോക്കിയിട്ട് പറഞ്ഞിട്ട് ചാമുണ്ടി എത്തട്ടെ, അല്ലെങ്കിൽ ചായക്കട എത്തട്ടെ. കുറെ ആൾക്കാർക്ക് പരാതി ഉണ്ട്, നമ്മൾ തിന്നണത് കാട്ടി കൊടുക്കില്ല, തിന്ന് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോ ചായ ചായ അപ്പൊ ഇവിടെ സാർ ഇവിടെ പൈസ കൊടുക്ക്. അപ്പോൾ നമ്മൾ മസാല ദോശ റെഡി ആവുന്നുണ്ട്. മസാല ദോശത്തട്ടെ. ചായക്ക് മുകളിൽ പാടം, ചായക്ക് മേലെ ചായക്ക് കീഴേ അവിടെ 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 ചട്ടിനി അവിടെ. സാധനം കിട്ടിയാണ്, പക്ഷെ തിന്നുള്ളവർക്കൊന്നും വ്ളോഗിങ് നടക്കൂല. പക്ഷെ തിന്നണം, അതാണ് നല്ലത്. ഉള്ളിൽ സ്പൈസ് കിട്ടുന്നു, അതാണ് നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും കൈ കണ്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഫുഡ് കഴിക്കണോടത്തില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞോണ്ടാ പറയും. വടക്ക് 5 രൂപ ഞങ്ങൾ കഴിച്ച ഇതില്ലേ മസാല ദോശ. മസാല ദോശക്ക് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ദോശ സാധാ പ്ലെയിൻ ദോശ കഴിച്ചു. വട കൂട്ടി വേണം. ഞങ്ങളോട് ചട്നി എടുക്കാൻ പഠിച്ചിക്ക. അപ്പോൾ പറയാണ് ഒരു ചട്നി ഒഴിച്ചു, പിന്നെ രണ്ടാമത്തെ ചട്നി നോക്കിക്ക ആണോ ഒഴുകി അത് കൂട്ടി കഴിച്ചാലേ രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് രസം ഉണ്ടാവുള്ളൂ എന്നല്ല, എന്നാലുള്ള ദോശ ആകുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വട അതേമാതിരി ഇതിലേ അവിടെ വിളിക്കുന്നുണ്ട്. തിരിയാനെ പറ്റി കഴിഞ്ഞോ സംശയം. അതല്ല, അപ്പൊ നമുക്ക് യൂട്ടേൺ എടുക്കാനായിക്കണേ. ഒന്ന് നോക്കട്ടെ. നിക്കാനായോ? അപ്പോ സംബന്ധം അറിയോ ആവശ്യമുണ്ട്. ഇതാണ് എളുപ്പമായി, അവർക്കൊന്നും അറിയില്ല. നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിനെ പോലീസ് സംഭവം രസമുണ്ട് കേട്ടോ. മൈസൂർ സിറ്റിയാണ്. ഷെഡി കയറാനയക്കുന്നതുകൊണ്ട് ആ കടയിൽ കയറാനൊക്കെ മൈസൂർ തിരിച്ചോക്ക് തന്നെ പണി നിന്ന് കറങ്ങ. മൈസൂരങ്ങാടി നിന്ന് കറങ്ങ. സോന് പറഞ്ഞ മാതിരി കുത്തിക്കറങ്ങാണ്. കുത്തിക്കറങ്ങണം. വാട്ടർ കിട്ടിയ നമുക്ക് ഇതെന്താ കോയിൻസ് ആകാറല്ലേ കൊടുക്കുക. അങ്ങോട്ട് തിരി ഒരു വിളിച്ചതുണ്ട്. കുത്തിക്കറങ്ങ
തീരുമാനം അന്തിമമാവുണ്ട് തോന്നുന്നു. ഇനി റേറ്റ് ഒക്കെ പോയോട്ടെ. ജസ്റ്റ് അങ്ങ് കയറിട്ടേ ഒരു വിശകലനം നടത്തി പെട്ടെന്ന് ഞാനും പോരാ. അത് ഇതാണ് ഇവന് സ്നാക്സ് ആയിരിക്കും. പടാപ്പാവ് വണ്ടി ഓഫ് ആയിക്കളാ. എന്തൊക്കെ ഈ മിച്ചറല്ലേ നമ്മൾ അവിടെ ദാൽ മിച്ചർ ഞാൻ പറയും. ഇത്ര കൊടുക്കാൻ പറ്റും. $250 ഗ്രാമിന് 150 രൂപ. ഇതൊക്കെ പെർ 250 ഗ്രാമിൻ്റെ വില കേട്ടോ. മൈസൂർ പാക്കിനുള്ളൂ. ചോക്ലേറ്റ് മറ്റാളത് ഇവിടെ നടന്നിട്ട് കഴിയുന്നു. ഇയാളെ വിളിച്ചോ. How much for this box? Mysore pak. 100 gram. How much rupees? 2 piece. Means how much rupees cost? Price. ಎಷ್ಟು How much cost? Which one, sir? Mysore pak. 100 grams 100 rupees. 100 gram 100 rupees. Okay. 250 gram 250. Yeah. Yes. Kilo 1000. അപ്പോഴേ കിലോത്തിന് 1000 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇറങ്ങാലോ ഷിബിൽ സാർ. ഇത് ഗിഫ്റ്റ് ബാഗ്സ് ആണ്. ഗിഫ്റ്റ് ബാഗ് ಎಷ್ಟು 1080. What about the small bag here? Which one? This one. 140. 140. 200 gram. How much gram? 250 gram. 150 rupees. പറഞ്ഞ മൊത്തം ഞാൻ കേട്ടിക്കണേ. ഇടക്ക് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെ അവിടെ 6 ഉള്ളൂ. ഒരു 150 പല പല 5 മിക്സ് ആയിട്ട്. അതിലെന്തായാലും അറിയോ, നെയ്വടം മരിക്കുന്ന സാധനം, പിന്നെ മറ്റേ സോനാപ്പടിന്റെ കട്ട, മൈസൂർ പാക്കിന്റെ കട്ട, തേങ്ങ തന്നെയല്ലേ. അതില്ല, അതിവിടെ എവിടെ ഇല്ല. അതായത് മറ്റേ ആ വൈവൈപ്പിലെ സാധനല്ലേ ഇല്ല. ഈ മലയിൽ വെച്ച് വരുന്നതൊക്കെ ഈ പറഞ്ഞ പഞ്ചാരൻ വേറെ വേറെ ടൈപ്പ് മധുരങ്ങൾ അടിപൊളിയാ. നിർത്തരുത് കേട്ടോ. അപ്പോ ചാമുണ്ടി സെലിബ്രേഷൻ തിരിഞ്ഞു. അപ്പൊ ചാമുണ്ടി ചാമുണ്ടി ഹില്ലിലേക്കുള്ള പോക്കാണ് ഗായ്സ്. അതെ, എന്ത് കുഴപ്പമില്ല. പക്ഷെ ഇനി വരാൻ പോണതാണ് ടാസ്ക് ആയിട്ട് തോന്നുന്നുണ്ടോ വർത്തമാനം? 1000 സ്റ്റെപ്സ്. പക്ഷെ അവർ പറയുമ്പോ അത്ര ഇടങ്ങാറ് തോന്നില്ലല്ലോ. കേൾക്കുമ്പോ എന്തൊക്കെയാണ് 1000 പറയുമ്പോ അല്ലേ സിമ്പിളായിരിക്കും.
ഇത് പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ മലണ്ട്. എന്റെ ഊപ്പർ കാണുന്ന. അപ്പോ ഗൈസ് ഞങ്ങൾ മറ്റേ ചാമുണ്ടി ഹില്ലിലേക്ക് പോകാൻ കിടക്കുന്നുണ്ട്. ടെമ്പിളാണിത്. അതെ, അതിലിപ്പോ ഹിസ്റ്റോറിക്കലി ഒരുപാട് കഥകളുണ്ട് ഇതിന്. എന്താണ് എന്തും ആർക്കും അറിയില്ല. അത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന രാജാവിന്റെ രാജാവുണ്ട്. 1000 തോയിമാര് 1000 സ്റ്റെപ്പുകളായിട്ട് നിരന്ന് നിന്ന് സ്വീകരിച്ചു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ആര് പറയപ്പെടും? ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് രാജാവ് ഇങ്ങോട്ട് വന്നത്. അല്ല, കാര്യം പറയാനുണ്ടോ? വ്ളോഗിലുണ്ട് കേട്ടോ. അല്ല ഞാൻ ഈ കണ്ണടയിൽ എഴുതി വെച്ച എനിക്കറിയാൻ പാടില്ല. രാജാവ് മതി, രാജാവിന് മതിയാവും. എന്താ പ്രശ്നം? അല്ല, തോയിമാരെ നടുക്കിടണമെന്നോ സൈനുകളെന്നൊക്കെ ആണെങ്കിൽ 2000 തട്ടി തടഞ്ഞിക്കോ? ഈ 10 സ്റ്റെപ്പ് എന്റേതാണ് അറിയാം. ഇല്ല, പാദരക്ഷ പുറത്താണ്. അപ്പൊ നമുക്ക് പാദരക്ഷക്ക് ഊരാ. കർപ്പൂരം ഞങ്ങൾക്ക് വെള്ളം കുപ്പി ചെയ്യാം അല്ലേ? എത്രയാണ് സ്മോൾ ബോട്ടിൽ? 10 രൂപ. അത് നല്ല വാങ്ങാനേ. രണ്ടു മതി. അപ്പൊ അങ്ങനെയൊക്കെ ഇതിലും വലുത് ചാടിക്കാൻ ചാടി കറക്കൂ. ഇതിലും വലുത് ചാടിക്കാൻ ഞാൻ ഒറ്റടിക്ക് വഴി ചാടുന്ന ജയിച്ചു. ഞാൻ കേൾക്കൂലല്ലേ നമ്മളിപ്പോ മോൾക്ക് എത്തണല്ലോ. ഇപ്പൊ തന്നെ ഈ കളി എന്തോ നമ്മള് ചെരുപ്പ് ഫോക്കസ് ഓൺ മണി പാടുങ്കോ അടിച്ച ചാടിയാണ് അടിക്കും. അപ്പൊ വെറുതെടിഞ്ഞല്ലേ അതെടുത്താ ഞാൻ മണ്ടിപ്പൂന്ന് അടിച്ചോളാം. ആ അങ്ങനെ നമ്മളെ സാധനം സനൂസ് വ്ലോഗ് അല്ലേ? മുമ്പ് പോണ്ട്. ഇത് കൊറേ ഉണ്ട്. എന്നാ തുറത്തിയ കാര്യം. അപ്പോ അതെ ചേച്ചി അമ്മയോട് കർപ്പൂരം അതേ കാലം മെയിനാണ്. കർപ്പൂരത്തിനാണ്. എന്താ കർപ്പൂരല്ലേ? അതെ, ഇതിന് പേരെന്താ? സിന്ദൂരം. ഇതാണ് ദിമത്തോട്ട് ഇതിനെ നെറ്റിയാണത് തലപ്പത്തൂടെ. ഇപ്പൊ ഇത് കണ്ടിങ്ങനെ വ്യൂ ആണ്. ഉണ്ട് എന്തൊക്കെയോ ഒരു വെള്ളം കുത്തും പുള്ളിയൊക്കെ കാണാണ്ട്. അതെ, 1 2 3 4 5 6 7 10. അപ്പോ ഷിബില് പറഞ്ഞ വളരെ വളരെ ശരി. കഞ്ചാവ അല്ല, കഞ്ചാവല്ല. അപ്പൊ ചെല്ലം ചാടി നടക്കും പുളിച്ചാടി.
മറ്റെടുക്ക രസമല്ലോ ഇതിലാണ്. അല്ലേ ഞാൻ ഇവിടുന്ന് കേൾക്കുമ്പോളേ അവിടുന്നായിട്ടാണ് ഇപ്പൊ ഒന്നിരുന്നേ. ഐഡിയോ സ്റ്റെപ്പ് ഇവന്മാരെ കൊണ്ട് നടക്കത്തില്ല അല്ലേ? ഇല്ലേ എന്താ വെച്ചാല് എത്ര എഴുതിട്ടാ കാണോ ഇങ്ങനെയല്ല അടിക്ക് ഞാൻ ഇവിടെ കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകണമെന്നില്ല. വജ്ജമാറി പോകാൻ വേറെ വജ്ജൊന്നുമില്ലല്ലോ. ഇജിപ്പോ പറഞ്ഞാ മതി. ട്രിപ്പ് പോകുമ്പോ കുട്ടികളും മറ്റയാളും ചെറ്റയാളും ഒന്നും കുറിച്ച് ആലോചിക്കാറ്. കുട്ടി ചട്ടി ഓക്കെ. പിന്നെ അതല്ലല്ലോ പറഞ്ഞേ. മറ്റോട് സംസാരിച്ച വിട്ടിട്ടിരിക്കണേ. കല്യാണത്തിന് പോസ്റ്റ് എന്നൊരു കാര്യമില്ല. എന്നോട് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ. എന്താ അത് നിന്നു. ബ്രേക്കില്ലാത്ത വണ്ടി പോയി. അവിടെ ഇപ്പൊ മെല്ലെ പോയി. ഇറങ്ങുമ്പോ കുട്ടി എവിടെയെങ്കിലും സ്പീഡ് കൂടി പോയേക്കാരം. ആ കുട്ടി എങ്ങനെ പോയത്? സ്റ്റോപ്പില്ലാത്ത വണ്ടിമാർക്ക് അങ്ങനെ പോവും. ആരോഗ്യമുള്ള ആൾക്കാർ അങ്ങനെയാണ്. അജുവിന് പോയിക്കോട്ടെ അതിനൊക്കെ. അങ്ങനെ നമുക്ക് ഈ കൊടുക്കുമല്ലോ. ഇല്ല ചടിക്കൂല. അങ്ങനത്തെ ലീഗ് കുറവാ. ചെലപ്പോ ചടിക്കൂലോ. മുകളിൽ കേറിയിട്ട് ഞാന് ഇതുവരെ ഇങ്ങോട്ട് ജയിച്ചിട്ടില്ല. എന്നാ മത്സരം വെക്കാം. എന്നാ ഞങ്ങൾക്ക് മത്സരം വെക്കുമ്പോ അതിനൊക്കെ തോറ്റ് മാറണമായിരിക്കും. എടാ തോറ്റവനാണെന്ന് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. ചരിത്രല്ലേ നമുക്ക് വേണ്ടി. അല്ല ഒരാള് പറഞ്ഞ സൃഷ്ടിച്ച ചരിത്രം എടുത്താ അതല്ല ഒരാള് പറഞ്ഞ എന്ത് സൃഷ്ടിച്ച്. ഇല്ല ഞാൻ അല്ലാതെ തോറ്റിക്കാം. പക്ഷെ ഞാൻ വേണ്ട ഇങ്ങനെ പുഷപ്പിൽ എന്റെ മത്സരിക്കും. ജയിക്കും തോൽക്കും പ്രശ്നമല്ല. ഞാൻ വേറെ തരം പറയട്ടെ. അല്ലെങ്കിൽ പണ്ട് ഞാൻ 5 രൂപ തോലുണ്ടായി. അല്ല വേണ്ട സൈന് ബ്ലോഗ്സ് ഫണ്ടിറക്കാം. സാനു ബ്ലോഗ്സിന്റെ ഫസ്റ്റ് ഫണ്ട് ഫസ്റ്റത്തല്ല സെക്കൻഡത്തെ ഒരു 10% കുറെ ഉണ്ടാവേ. 10-20 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ 10% എന്ന് പറയുമ്പോ സംഖ്യയില്ലേ. ശരിയാ. ഒറ്റക്ക് മത്സരിച്ച് ജന എടുത്തു അല്ലേ. ഫസ്റ്റത്തത് നമ്മൾ ട്രിപ്പിന്. രണ്ടാമത്തത് ഒരുപാടുണ്ട് കേട്ടോ. വില കണ്ട 5% വേണ്ട അനക്കല്ലേ. പെണ്ണുങ്ങൾ കുട്ടികൾക്കല്ല അല്ലേ. ഇതൊക്കെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അപ്പോ 10% കൊടുക്ക. പിന്നെ ഇവള് പോയി ഇങ്ങോട്ട് ക്ലിയറല്ല. നമുക്ക് തിരിച്ചറിയാലോ അങ്ങോട്ടാണ് ക്ലിയർ തന്നെ. അത് കുടിവെള്ളം മോളിന്ന് ഉറവുണ്ട് അല്ലേ. നമ്മൾ ഇടക്കിടക്ക് ഓരോ ഫോക്കസ് ചെയ്യണം. ഒരു ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ആണെങ്കിലോ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ പോയിക്കണത്. അതെ അതിനെ കുറിച്ചൊരു പറയില്ല. ഓരോ പ്രായമുള്ളവരാണ്. ഞങ്ങളേ മറ്റേ സ്റ്റെപ്പ് കയറി കുറച്ചവിടെത്തി. ചെറിയൊരു വ്യൂ കണ്ടപ്പോ ചെറുത്തുണ്ടോ അറ്റ കാണില്ലല്ലോ അല്ലേ. എന്റെ കണ്ട
നമ്മളിങ്ങനെ നടന്നേ വെയിലും കൊണ്ട് അല്ലേ ഇവിടത്തെ പോലെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും അങ്ങാടിയും മറ്റേ സൈക്കിളിന്റെ സപ്ലയർ ഉണ്ട് ഇവിടെ. സൈക്കിളിന്റെ അല്ല മറ്റേ സൈക്കിൾ പ്യൂർ അഗർബത്തിന്റെ വലിയ സിറ്റി ഉണ്ട് ഇവിടെ. മറ്റേ 1000 സ്റ്റെപ്പ് കടന്നതിന്റെ ഒരു ചെറുതുണ്ട്. ഞാൻ പോകുമ്പോ കൊടുത്ത് കാണിച്ച 1000 സ്റ്റെപ്പ് കയറി അറിയിച്ചാനാണ്. അപ്പോ മറ്റേ ടെമ്പിളിന്റെ പോലെ കാണിക്കാം. എടാ വേറെ ഇത് പറയട്ടെ, പറ. ഈ ചാമുണ്ടിക്ക് വേറെ വഴി കൂടെ കേറാലോ എല്ലാവർക്കും. മേലക്കല്ലേ സ്റ്റെപ്പ് കയറാനില്ലല്ലോ ഇപ്പൊ. അതല്ല ഇപ്പൊ കേറാ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ബസ്സിലാണ് നിൽക്കണേ. അപ്പോ മിസ്റ്റർ ഷിബിൽവാൻ ഇവിടെ എന്തോ ഉണ്ടല്ലേ, എന്താണ് അവരെ അത് കട്ടപ്പ കടന്നതിന്റെ സ്ഥലമാണ്. കട്ടപ്പ റെസ്റ്റ് എടുത്തതിനെ. അവിടെ പുഷ്പങ്ങളുണ്ട്, പടയാളികളുടെ. കട്ടപ്പക്ക് രാജ രവിവർമ്മ കെട്ടിക്കൊടുത്ത റെസ്റ്റ് ഹൗസ്. ഇവര് തമ്മിൽ ബന്ധമില്ലല്ലോ. എന്തൊക്കെ ഈ കാര്യമായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോ വൈഫ് പറഞ്ഞീനി എന്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, 2 ദിവസം കൂടുമ്പോ കൊണ്ടുപോകണം. ചിലപ്പോ അതിന്റെ ഭാഗിക്കാരം. സംഭവം രസമുണ്ടല്ലേ? അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതുവരെ കേറിയിട്ട് കേറിയല്ലേ. അതുകൊണ്ടൊന്നുമല്ല കേട്ടോ, എന്നാലും കണ്ടില്ലേ ഇവിടെ എൻട്രി ഉണ്ട്, ഫ്രീ എൻട്രി ഉണ്ട്. അതാണ് മെയിൻ. കയറി വെക്കാം. ഇവിടെ ചെറിയ ഫോട്ടോ എടുക്കാൻ കഴിയൂല. അവിടെ എന്തൊക്കെയാ ടെമ്പിളിന് ഉള്ളിക്ക ഫുൾ സ്റ്റോണാ. നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ അവിടെ. പക്ഷേ 1000 രൂപ എന്തിനോ കൊടുക്കണം. എന്തോ ആയിക്കോട്ടെ. അപ്പോ ഇതില്ല, വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് ഓഫ് ആക്കിയ പെട്ടെന്ന്. അവിടെ അമ്മച്ചുണ്ട്, ഞാൻ 37 പറഞ്ഞു വീഡിയോ നോ വീഡിയോ, അപ്പോൾ തന്നെ ഓഫാക്കി. പൊട്ടന്മാരായിക്കണോ. എന്താ വെച്ചാല് 1000 സ്റ്റെപ്പ് കയറി വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വണ്ടിയും കൊണ്ട് വരാം. പിന്നെ അതല്ല, ഇയാള് പറഞ്ഞേക്കുന്നത് ഒരു വൈബാണ്. പോലെ ബസ്സിൽ സ്കൂളുണ്ട്, സ്കൂളിൽ കുട്ടികളെ വരുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വലിയ വലിയ മാർക്കറ്റും ഉണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്. പണിയെടുക്കാവോ അല്ലോട് വേഗം നോക്കിയേനി. ഇമ്മാക്ക് കാല് വേദന പറയുന്നു. അപ്പോ ചേച്ചി ഇത് നമുക്ക് എത്ര രൂപ കിട്ടി? അങ്ങനല്ല ചേച്ചി, അമ്മക്ക് എത്ര രൂപയ്ക്ക് തന്നു? അതാണ് ഒരു ചോദ്യം. അതാണ് 150 തന്നു. 150 രൂപ. അതെ, പാർക്കിങ്ങിന്റെ നേരെ ഫസ്റ്റ് ഷോപ്പ്. ബ്യൂട്ടിഫുൾ അല്ലേ? ബ്യൂട്ടിഫുൾ അല്ലേ? ചബ്ബി കുട്ടി. അത് ശരിയാവൂല. ഇതെവിടെ ഫോട്ടോ എടുക്കാൻ പറ്റൂലല്ലോ. ഫോട്ടോ എടുക്കട്ടെ. വേറെ പ്രശ്നമുണ്ട്.
എന്താ വെച്ചാല് നായ്ക്കള് വ്യൂ പോയിന്റ് കാട്ടി തരാറുണ്ട് കയറ്റതാ. വ്യൂ പോയിന്റും ഇല്ല, ഒരു പോയിന്റും ഇല്ല. ചിങ്ങം തിന്നുണ്ട്, പല്ലി മഞ്ഞ ചിക്കനാറുണ്ട്. 2 ദിവസമായി പല്ലി വെച്ചിട്ട്, അതുകൊണ്ടേ കാലം. അപ്പോ ഇപ്പൊ എന്താ കാട്ടണ അറിയോ? ദാപ പറയണ്, സങ്കടൊക്കെ പറയണ്ടേ അവിടെ. ഇപ്പൊ പെട്ടെന്ന് പറയാണ്ട് നടക്കുക. പിന്നെ നമുക്ക് വേറെ പിന്നെ സെലിബ്രേഷൻ ഉണ്ട്. എന്താ വെച്ചാല് നമ്മള് 2 മില്യൺ സബ്സ്ക്രൈബില് ആ 2 മില്യനും സനു വേറെ ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ട് കണ്ടതാണ്. അപ്പൊ നിങ്ങള് അതൊന്ന് പരിഗണിക്കണം. അപ്പേ നടത്തപ്പോ ഇതായി, നടത്തം റോട്ട് കൂടെ പിന്നെ ഒരു കാലോട്ടം എന്താ ഇതൊക്കെ എന്നും നടക്കൂല തോന്നി. അവിടെ പോയിക്കോ. നേരെ 70ാമത്തെ സ്റ്റെപ്പ്. 70 700 സാധനത്തിന്റെ ഒരു വാക്ക് കേട്ടപ്പളേ നേരത്തെ സ്റ്റെപ്പിന്റെ എണ്ണീന് ഇപ്പൊ അജുവാ കണക്കേനി ഇപ്പൊ കിലോമീറ്ററിന്റെ കണക്കാ. സ്റ്റെപ്പ് ഓരോ അടിക്ക് ഓരോ സ്റ്റെപ്പ് കജ്ജാണ്. കജ്ജേനി അപ്പൊ സമാധാനം ഉണ്ട്. ബിലോ 2 കിലോമീറ്റർ അല്ലേ ഇവിടെ എടുത്തേ കാലം. അങ്ങനെയാണല്ലോ ആദ്യം വില വേശൽ. 700ാമത്തെ പടി കൊണ്ടുപോയിടാന്ന് ചോദിച്ചത്. ചാടി ചാടി ചാടിച്ചല്ലേ അത് ഇത് നമുക്ക് കൊടുത്തുവിടെ. ചിന്തനെ നമുക്ക് വേറെ വാങ്ങാൻ അതെ ഉള്ളു വ്ളോഗ് ഓൺ അങ്ങനെ ഒരു കാണാണെങ്കിൽ മിസ്റ്റേക്കും ഒരാഴ്ച ഇൻസ്റ്റാ ഐഡിന്റെ വാട്സപ്പിനുള്ളിൽ നമുക്ക് ഒരു വ്ളോഗിന് ചെയ്യാം. യൂട്യൂബ് ചാനൽ ലിങ്ക് കൊടുക്കണം. എല്ലാവരും ഇടണം. ആ സ്വർഗത്തിലിടണം. ആകെ ബാഡടിച്ച് എന്താ പറയുക, തിരിഞ്ഞ് ആകെ തിരിഞ്ഞു. നല്ല വ്യൂ ഉണ്ട്, അത് കട്ടിത്തരാം. നമ്മൾ സ്റ്റെപ്പിൻ്റെ അടുത്ത് എത്തുന്ന പറഞ്ഞു. ഈ സാധനം നേരത്തെ വലത്തെ ഭാഗത്തേ ഇവിടെ റോഡ് പോണ അടുത്ത് വലത്തേക്കാ. ഇങ്ങോട്ട് വേണോ ശിബിലേ? നമുക്ക് ഡയറക്റ്റ് അടിക്ക് ഓട്ടോസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ചിലവർക്ക് എന്താണ് സ്റ്റെപ്പ് ചാടി ഇറങ്ങാത്ത ഇടങ്ങാറ്. നടന്നും ചെയ്തു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ 3 കിലോമീറ്റർ അടുക്കാം വരും ആണോ? 3 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങൾക്ക് ഓടിപ്പാട് നടന്നു പായ. അവർക്കൊന്ന് മാപ്പ് ജസ്റ്റ് ഓട്ടോറിക്ഷന്റെ പ്രൈസ് ഒന്ന് ചോദിച്ചു നോക്കാം. ചാടാൻ ഓപ്ഷൻ ഉണ്ടോ? എത്ര ചാർജ് ചോദിച്ചു ഓട്ടോറിക്ഷക്ക് അല്ലേ? ഓട്ടോറിക്ഷന്റെ ചാർജ് ചോദിച്ചു നോക്കാം. നമുക്ക് ഓക്കെ എന്ന് കിട്ടുകയാണെങ്കിൽ പോവാ, അല്ലെങ്കിൽ ചാടി വേണ്ടി പോവാം അല്ലേ? പെട്ടു പെട്ടു. മാനേജർ അവിടെ മാനേജറെ വിളിക്കണ്ട പോയി. ബാഗ് കയറിയാലോ? ചെരുപ്പില്ല, ഫുള്ള് വെയില്. ഷിബിലിക്ക എന്താ ഇപ്പൊ അവസ്ഥ? കോളല്ലേ വ്ളോഗ്? വ്ളോഗ് ചെയ്തോണ്ടോ അതിർപ്പോ കാണണ്ടേ? പിന്നെ എല്ലാം എന്താ
വ്യൂ ഉണ്ട്. ഇതിനെന്തല്ല ഇപ്പൊ വന്നത്? ഈ വ്യൂ കാണിക്കാനല്ല ഇപ്പൊ വന്നത് നിലവില്. ഞങ്ങൾ ചെരുപ്പില്ല, തലക്ക് അതിൽ സൂര്യനില്ലല്ലോ. അതിൽ സൂര്യനെ കാണാല. ആ കാണുന്നെ സൂര്യൻ. ഇവിടെ പാക്കേജിങ് ഉണ്ട് കേട്ടോ, ചെറിയ പടക്കൾ പിടിച്ചു തരും. shibil.com ടൂറിസം പിന്നെ ഓർത്ത് പിടിക്കണോ, എവിടെ പോണോ പറഞ്ഞോളൂ. എവിടെ പോയാലും വള്ളി പിടിക്കും. അതെ, നിങ്ങൾക്ക് 2 പേരുടെ ട്രിപ്പാണ്, 3 ട്രിപ്പാണ്, ചെറിയ ട്രിപ്പാണ്, 500 പേരുടെ ട്രിപ്പാണ്, വിളിച്ചോളൂ, കോൺടാക്ട് ചെയ്തോളൂ. അതെ, സനു വ്ലോഗ് ടൂർ ട്രാവൽസ്. ബ്ലോഗ് ഫ്രീ. ഗിവ് അവേ ആയിക്കോട്ടെ. എന്തിന്? കൊറേ ആൾക്കാരുണ്ടാവും ഷിബിന്റെ. ഓൽക്ക് വീഡിയോ എടുക്കുക, എടുത്തിയ ജാവിങ് എടുത്തോ, ഇത് നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്ത് തരാം, ഈ എടുത്തോ, ഈ ബ്ലോഗ് തൊള്ളട്ട് അലക്കുക. നമ്മള് ഇത് പാക്കേജ് സെയിൽ ചെയ്യാ, ഇൻസ്റ്റ പേജ് പ്രൊമോട്ട് ചെയ്യാ, ഇതുവരെ കടി പോകുമ്പോ ചോദിച്ചാ ഫാമിലി ടൂറുണ്ട് എങ്ങനെ ലൈസൻസ് നടന്നാ മതിയോ? അപ്പൊ പറയാ എങ്ങനെ ലൈസൻസ് കൊണ്ടുപോട്ടോ.